ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രണ്ട് കംപ്ലീറ്റ് ഫാമിലി വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വണ്ടികളിൽ 3 വെരി ഇമ്പോർട്ടൻറ്റ് ഈ വണ്ടി ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. So one is hard braking. Yes. Second one is wet handling. Safety. Okay. Third one is handbrake turn. Hey everybody, welcome to Talking Cars. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് MPVs ആണ്. വി ഹാവ് ദ കിയ കാരൻസ് ആൻഡ് ദ സുസുക്കി XL6. ഈ രണ്ട് വണ്ടികളും ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പോപ്പുലറാണ്. ആൾക്കാരെല്ലാവരും ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ സബ് ഇന്നോവ ഒരു വണ്ടി നോക്കുമ്പോൾ ഡിഫോൾട്ട് ചോയ്സ് എന്ന് പറഞ്ഞ് വരുന്ന രണ്ട് കാർസാണ് ഇത്. അപ്പോൾ ഈ റിവ്യൂവിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വണ്ടികൾ തമ്മിലുള്ള ഡിഫറൻസസും അതേപോലെ ഈ രണ്ട് വണ്ടികൾ തമ്മിൽ സെലക്ട് ചെയ്യാനാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ യൂസിന് കുറച്ചും കൂടെ സൂട്ടബിൾ എന്നുള്ളതാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെ ഇൻഡിവിജ്വൽ റിവ്യൂസ് കവറിങ് ഗ്രേറ്റ് ഡീറ്റെയിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക്സ് മുകളിലേക്ക് ഇടാം. സോ ഇതൊരു സെൻസിബിൾ കമ്പാരിസൺ ആണ്. വെരി സെൻസിബിൾ ഷോ. കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ നടക്കുന്നത്. അതെ. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഡൺ. മഴ വരുന്നുണ്ട്, അതിന് മുമ്പ് നമുക്ക് പണികളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രൈവിംഗ് ദി XL6 ആദ്യം ഇറങ്ങിയ വണ്ടി. അതെ, ആദ്യം ഇറങ്ങിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഓടിക്കുകയാണ്. ആൻഡ് നമ്മൾ ഈ രണ്ട് വണ്ടികളിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ദിസ് വൺ ഇസ് മോർ അഫോർഡബിൾ അല്ലേ? അറൌണ്ട് 4 lakhs cheaper അല്ലേ? 4 lakhs cheaper വരുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ വേരിയൻസും ഡീറ്റെയിൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ XL6ലേക്ക് വന്നിരിക്കുകയാണ്. 1.5 ലിറ്റർ K15C പെട്രോൾ എഞ്ചിൻ മാരുതിയുടെ വലിയ വണ്ടികളിലെല്ലാത്തിലും വരുന്ന ഒരു സ്റ്റാൻഡേർഡ് എഞ്ചിനാണ് ഇപ്പോൾ. ഇതിന് പല റോൾസ് ചെയ്യാനുണ്ട്. കാര്യം ഇത് ഒരേ ഒരു സിംഗിൾ എഞ്ചിനാണ് ഈ വണ്ടിക്കുള്ളത്. സോ വേറെ ഡീസൽ അതേപോലെ അങ്ങനത്തെ ഇലക്ട്രിക് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇതിന് വരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ മറ്റേതിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. സോ ബേസിക് 1.5 പെട്രോൾ ഉണ്ട്, 1.4 ടർബോ പെട്രോൾ ഉണ്ട്, 1.5 ഡീസലും ഉണ്ട്. സോ ഇതെല്ലാം കൂടി ഒരൊറ്റ എഞ്ചിനാണ്. അതെ. അപ്പോൾ ഇതിന് ദിസ് ഹാസ് എ ഹ്യൂജ് വെയിറ്റ് ഓൺ ഇറ്റ് ഷോൾഡേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം. ഓടിക്കാൻ എങ്ങനെയുണ്ട്? ഓടിക്കാൻ കുഴപ്പമില്ല. സിറ്റി യൂസിന് ഭയങ്കര പെർഫെക്റ്റ് ആണ്. നമ്മൾ നമ്മുടെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് കാർ ബൈ എനി മീൻസ്. പക്ഷേ അത് പുറത്തേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. ഈ പുതിയ ഗിയർ ബോക്സ് 6 സ്പീഡ് വന്നപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എഞ്ചിൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട് പഴയനയിലും. ആൻഡ് അറൌണ്ട് ഒരു 20% നമ്മൾ മറ്റേ പ്രസേലും നമ്മൾ പറഞ്ഞു ഒരു 20-25% കൂടുതൽ എഫിഷ്യന്റ് ആണ്. നമ്മൾ സാധാരണ പെട്രോൾ വണ്ടിക്കൊക്കെ ഈ 25-26 എന്നൊക്കെ ARA ഫിഗർ കാണുമ്പോൾ നമുക്കറിയാവുന്ന കിട്ടാൻ പോകുന്നത് സിറ്റിക്കകത്ത് 10 കിട്ടും 12 കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ മാരുതിക്ക് ഒന്നിനും അങ്ങനെയല്ല. കാര്യം MIDയിലും കാണിക്കുന്നുണ്ട്, അത്ര തന്നെ മൈലേജും കിട്ടുന്നുമുണ്ട്. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ഒരു രീതിയിൽ അവർ ഈ K15C എഞ്ചിൻ ആണെങ്കിലും K12 ആണെങ്കിലും കുറച്ച് സ്ട്രാങ്കിൾ ചെയ്തിട്ടാണെങ്കിലും ദേ ആർ ഏബിൾ ടു എക്സ്ട്രാക്ട് ഫ്യൂൽ എഫിഷ്യൻസി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ഹൈടെക് ടെക്കുകളോ ഒന്നും ഇല്ലാണ്ട് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ഓൺ ദി അതർ സൈഡ് ഓക്കെ മൈറ്റ് നോട്ട് ബി ദ ഫാസ്റ്റസ്റ്റ് തിങ് അറൗണ്ട്, പക്ഷേ റിലയബിലിറ്റി കാര്യങ്ങൾ നോക്കുമ്പോൾ അല്ലേ ആ ഒരു സിമ്പിൾ എഞ്ചിൻ, സിമ്പിൾ ഗിയർ ബോക്സ്, അതിന്റെ കാര്യങ്ങളെല്ലാം വർക്ക്സ് ഇൻ ഫേവർ ഓഫ് ദിസ് കാർ. അതെ. നമ്മളിപ്പോൾ കുറച്ചുകൂടി ഒരു റിമോട്ട് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർ, സർവീസ് സെന്റർ അടുത്തില്ല. മാരുതിക്ക് സർവീസ് സെന്റർ അടുത്തില്ലാണ്ട് വരില്ല. അങ്ങനെ വരൂല ആക്ച്വലി പ്രായമായ ആൾക്കാർക്ക്, ഇതിന്റെ തലവേനകളൊന്നും എടുക്കേണ്ടാത്ത ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആണ്. അതെ. സോ ടർബോ ഇല്ല, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഇല്ല, അങ്ങനെ കേടാവുന്ന ഐറ്റംസ് ഒന്നും ഇല്ല. നമുക്ക് കോംപ്ലക്സിറ്റി ഇല്ല, ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ഇല്ല. ഒരു സിമ്പിൾ എഞ്ചിൻ, അതിന്റെ കൂടെ ഒരു പഴയ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്, പുതിയ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്. പക്ഷേ ടെക്നോളജി വൈസ് പഴയ ഗിയർ ബോക്സ്. സോ എയ്സിന്റെ ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡാണ്, വലിയ കുഴപ്പമില്ല. റേഷ്യോസ് ഇത്തിരി ടോളാണ്, 3rd, 4th, 5th, 6th വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് നോ, അങ്ങനെ കൊടുത്തേക്കണോണ്ടായിരിക്കാം ചിലപ്പോൾ പവർ ഇല്ലാണ്ട് തോന്നുന്നതും. ഫസ്റ്റും സെക്കൻഡും ഭയങ്കര ഷോർട്ടാണ്. എഞ്ചിൻ ഓവറോൾ ഡ്രൈവബിലിറ്റി വൈസ് കുഴപ്പമില്ല. മിഡ് റേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു സാധാരണ സിറ്റി സ്പീഡ്സിലൊക്കെ വളരെ നല്ലതാണ്. ടോർക്ക് കൺവേർട്ടറിന്റെ ഒരു അഡീഷണൽ ടോർക്കിന്റെ ഒരു ഇതും കൂടി കിട്ടുന്നുണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ. ഓക്കെ. സോ നമുക്ക് ഈ വണ്ടി 2 ഫ്ലേവേഴ്സിലാണ് മാറ്റി തരുന്നത്. ഒന്ന് യു ഹാവ് ദി Ertiga, which is the base platform for this car. Platform അല്ല, ബേസ് ഫോർ ദിസ് കാർ ഇൻ എവറി വേ. ആൻഡ് അതിന്റെ കുറച്ചുകൂടെ സ്ലൈറ്റ്ലി അപ്പ് മാർക്കറ്റ്, ഒരു കുറച്ചൊരു SUV ആസ്പിറേഷൻസ് ഒക്കെ ഉള്ള വണ്ടിയായിട്ടാണ് XL6 ഉള്ളത്. അപ്പോൾ ഫണ്ടമെന്റലി 2 സെയിം ആണ്, മെക്കാനിക്കലി 2 സെയിം ആണ്. ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ലക്ഷറി ട്രിമ്മിങ്സ് ആയിട്ട് വരുന്നുണ്ട്. യു ഹാവ് ബെറ്റർ അപ്പോൾസ്റ്റേർഡ് സീറ്റ്സ്, ഒരു ബ്ലാക്ക് ഡാഷ്ബോർഡ് വരുന്നുണ്ട്, കുറെ ട്രിമ്മ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ്, റിയർ റോയിൽ 2 ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, ബോഡി ക്ലാഡിങ്, കുറച്ചുകൂടെ ഫാൻസി ലൈറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ആണ് Ertiga'ന്ന് XL6ലോട്ട് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രീമിയം വന്നിട്ടുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇതിനകത്ത് വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാരുതി മേടിക്കുന്നതിൽ ഇത് ഒരു നെക്സ പ്രോഡക്റ്റ് ആണ്. സോ കുറച്ചും കൂടി ഒരു പ്രീമിയം സെയിൽസ് ആൻഡ് സർവീസ് എക്സ്പീരിയൻസ് ആണ് അവരത് പറയുന്നത് കമ്പയർ ടു റെഗുലർ മാരുതി അല്ലേ? നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് LED ഹെഡ്
ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട് എർട്ടിഗനെ അപേക്ഷിച്ച്. കാശ് കൂടുതൽ കൊടുത്തിട്ട് ഒരു സീറ്റ് കുറവാണ്. പക്ഷേ ബ്ലാക്ക് ഇന്റീരിയേഴ്സ്, ലെതർ പോലത്തെ അപ്ഹോൾസ്റ്ററി, ബാക്കി കുറെ ഇപ്പൊ 360 ഡിഗ്രി ക്യാമറ, ഇതൊന്നും മറ്റേ വണ്ടിക്ക് ഇല്ല. ശരിയാണ്. സോ ഐ തിങ്ക് ലോഡഡ് ആണ് ഇൻ എ വേ. ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ഈ ഒരു വണ്ടിയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിഫറൻസും ഉണ്ട്. ഇത് ആക്ച്വലി സാധാരണ എല്ലാ വണ്ടിയിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ആ പോൾസി കൂടെ പെർഫറേഷൻസി കൂടെ എയർ അങ്ങോട്ട് ബ്ലോ ചെയ്യാണ്. ഇത് ആക്ച്വലി അങ്ങോട്ട് സക്ക് ചെയ്യാണ് ചെയ്യാറ്. സോ ലോങ് ടേം നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ അത് കുറച്ച് അതിനകത്ത് കുറച്ച് റെസിഡ്യൂ, ഡെബ്രി, എയർപ്പൊക്കെ അതിന്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ. So buy it brand new. ഇപ്പോ വേണേ മേടിച്ചോ. അതെ, buy it brand new. അതെ. But yeah, otherwise also all black cabin എങ്ങനെയുണ്ട്? All black cabin actually easier to maintain ആണ് മറ്റേ. much easier to maintain ആണ്. ആൻഡ് നമുക്ക് അതിൽ തന്നെ ഒരു ചേഞ്ചിങ് ടൈംസ് കാണാൻ പറ്റും. കുറെ കാലം മുമ്പേ ബേജ് ഇന്റീരിയർ ആയിരുന്നു ലക്ഷറി, ബ്ലാക്ക് ഇന്റീരിയർ ബേസിക് ആയിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചായി ബ്ലാക്ക് ആണ്, സ്പോർട്ടി, ഫാൻസി ഒക്കെ ബ്ലാക്കിലാണ് വരുന്നത്. അവരെ ബാക്കിയെല്ലാം ബേസിക്കലി എർട്ടിഗ ആയിട്ട് സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. യു ഹാവ് യുവർ സെയിം ഡാഷ്ബോർഡ്, ഒരു ട്രിമ്മുകളും കുറച്ച് സാധനങ്ങളും മാറിയിട്ടുണ്ട്. ബാക്കി ബേസിക്കലി എവറിത്തിങ് ഈസ് ദ സെയിം അല്ലേ. റൈഡും കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമുക്ക് വീൽ സൈസിൽ വ്യത്യാസമുണ്ട്. എർട്ടിഗയിൽ 15 ഇഞ്ചസ് ആണ് വരുന്നത്, ഈ വണ്ടിയിൽ 16 ഇഞ്ചസ് ആണ് വരുന്നത്. കുറച്ച് ഫേം ആണ് റൈഡ്, കുറച്ച് ഫേം ആണ്. ഒരു അണ്ടർലൈങ് ഒരു ഫേംനെസ് നമുക്ക് തോന്നും. പക്ഷെ ഓവറോൾ ആ ഡാമ്പിംഗ് ഒക്കെ കുറെ കൂടി മാറിയിട്ടുണ്ട് ലാസ്റ്റ് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയായിട്ട് നോക്കുമ്പോൾ. ആൻഡ് ഐ തിങ്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ സെറ്റപ്പ് ആണ് ഇൻ എ വേ. ഇതിന് ആ ഹൈവേയിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എർട്ടിഗയിലും ഉണ്ട്. അത് ഇതിന് അത്ര തോന്നുന്നില്ല. മേ ബി ബിഗർ വീൽസിന്റെ ഒരു ഇതായിരിക്കാം. ബംപ് അബ്സോർപ്ഷൻ കുറെ കൂടി ബെറ്റർ ആണ് പഴയതിലും. ആൻഡ് ഈ ബീഡിങ്സും കാര്യങ്ങളൊക്കെ നന്നാക്കിയുണ്ട്. കുറച്ചും കൂടി സൗണ്ട് ഡെഡനിങ് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ കമ്പയർഡ് ടു കാരൻസ് ഇത് കുറച്ചുകൂടി സൗണ്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യും ഗ്ലാസ് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ സീറ്റിന്റെ വെന്റിലേഷനും ഭയങ്കര ലൗഡാണ്. ഇപ്പൊ നമ്മൾ ഓണാക്കി മാക്സിമം സെറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് വണ്ടിലാണ് മാക്സിമം ഇടാറുള്ളൂ. ഇപ്പൊ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് UV കട്ട് ഗ്ലാസസ് ആണ് ഈ ആൽഫ പ്ലസ് വേരിയന്റില്. സോ ഇതിന്റെ വേരിയൻസ് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരൻസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് ബേസിക്കലി ലൈക്ക് ഓൾ നെക്സ പ്രോഡക്ട്സ് 2-3 വേരിയൻസേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓടിക്കുന്നത് ആൽഫ പ്ലസ് ആണ്, 80. സോ ഇതിനകത്ത് ആൽഫ പ്ലസിനകത്താണ് വേറെ കുറച്ച് ഫീച്ചേഴ്സ് ലൈക്ക് വെന്റിലേറ്റഡ് സീറ്റ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അതർവൈസ് ഇങ്ങനെ ബെയർ എസെൻഷ്യൽസ് എല്ലാം ഉണ്ട് ആൻഡ് ലിറ്റിൽ മോർ എല്ലാം ഉണ്ട് ഈ വണ്ടിക്ക്. പക്ഷേ ഒരു ഭയങ്കര ഒരു ആസ്പിറേഷണൽ ക്രീച്ചർ കംഫർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൺറൂഫ്, പാൻഡ്രോമിക്ക് പോയിട്ട് സാധാരണ സൺറൂഫ് ഇല്ല. പിന്നെ എയർ ബാഗ് ഇപ്പോഴും 4 എയർ ബാഗ് വന്നിട്ടുള്ളൂ, 6 എയർ ബാഗ് വന്നിട്ടില്ല. കാര്യം കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ആവശ്യമുണ്ട്. അതിന് നമ്മുടെ റിവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ അത് വരുന്ന വരെ ദിസ് കാർ ഹാസ് ഓൺലി 4 എയർ ബാഗ്സ്. അതർവൈസ് ബാക്കി ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൾ കാപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. പിന്നെ നല്ലൊരു കളർ MID ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത്. വളരെയധികം ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നെ ഒരു എനിക്ക് ഈ ഡിജിറ്റൽ ഗേസിനായാലും ഇതാണ് ഇഷ്ടം. ഇത് കാരണം കുറച്ചും കൂടി എക്സ്പെൻസീവ് ഒരു വാച്ചിന്റെ ലുക്ക് ഉണ്ട്. അതെ, മറ്റേത് ഭയങ്കര ബേസിക് പണ്ടത്തെ നമ്മുടെ കാസിയോന്റെ ചെറിയ വാച്ച് പോലെ. അതെ. ആൻഡ് ഓണസ്റ്റ്ലി ഇപ്പോൾ നമുക്കൊരു മീറ്റർ തിരിയുന്ന ആ സ്വീപ്പ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ അതിലെ പവർ എത്ര യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ട്, സ്പീഡ് എന്താ നമ്മുടെ പൊസിഷൻ വെച്ച് നമുക്കറിയാം, അറിയാൻ പറ്റും. യു ഡോണ്ട് റിയലി നീഡ് ടു റീഡ് ദ നമ്പേഴ്സ്. പക്ഷെ ഒരു ഓൾ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആൻഡ് ടാക്കോമീറ്റർ, എസ്പെഷ്യലി സൈഡിൽ ഇപ്പോൾ ഒരു ബാർസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്പർ നോക്കി വായിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല അതിനകത്ത്. സോ ആ കാര്യത്തിൽ ദ മീറ്റർ കൺസോൾ ഓൺ ദിസ് ഇസ് വെരി നൈസ്. നടുക്കിൽ നല്ലൊരു വെരി ലെജിബിൾ കളർ സ്ക്രീൻ ഉണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. മൈലേജ്, പവർ എത്ര യൂസ് ചെയ്യുന്നു, ടോർക്ക് എത്ര യൂസ് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ കുറെ കാര്യങ്ങൾ എല്ലാം അതിനകത്ത് കാണിക്കുന്നതാണ്. കമ്മിങ് ടു സ്മാർട്ട് ഹൈബ്രിഡ്. സോ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ ഒരു ചെറിയൊരു ബാറ്ററി പാക്ക് ഉണ്ട്. സീറ്റിന്റെ അടിയിൽ JD ഇരിക്കുന്നതിന്റെ അടിയിൽ. ആ ബാറ്ററി പാക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്ററിനെ സപ്പോർട്ട് ചെയ്യാണ്. സോ ബേസിക്കലി വണ്ടി നമ്മൾ സ്ലോ ആയിട്ട് റൺ ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ ഓൾട്ടർനേറ്റർ ചെറിയൊരു പവർ അതിലേക്ക് വിടും. അതൊരു ലിഥിയം ചെറിയ ബാറ്ററി പാക്ക്, അതിലോട്ട് കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്യും. ആൻഡ് പിന്നീട് നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓൾട്ടർനേറ്റർ ലോഡ് കുറച്ച് അത് എടുക്കുന്നുണ്ടാവും. സോ ദാറ്റ് വേ ഇപ്പൊ നമ്മൾ AC ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് മറ്റേ വണ്ടിക്ക് അസിസ്റ്റ് കൊടുക്കാനുള്ള പവർ ഒന്നുമില്ല, കാരണം ഇത് ബെൽറ്റ് ഡ്രിവൺ ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊന്നും വിളിക്കാൻ ഹൈബ്രിഡ് ആയിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. ഹൈബ്രിഡ് ആയിട്ടില്ല,
ഇല്ല, സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ളതൊക്കെ ഇപ്പൊ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. പിന്നെ ഗവൺമെന്റ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികൾ കുറച്ചുകൂടെ പണ്ട് ഉണ്ടായിരുന്നു, ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ചെയ്തു വന്നപ്പോഴത്തേക്ക് അത് ഇല്ലാണ്ടായി. അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ. പിന്നെ ഈ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഫ്യൂൽ സേവിംഗ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ബട്ട് അല്ലാണ്ട് തന്നെ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്. നമുക്ക് ഓൺ ആൻ ആവറേജ് നമ്മൾ സിറ്റിക്കകത്ത് ഓടിച്ചു നടന്ന എങ്ങനെ പോലും 10-17-16 കിലോമീറ്റർ ഈസിലി കിട്ടും. കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അവിടെ നിന്ന് പോകാൻ പറ്റും. ഹൈവേയിലൊക്കെ എഫിഷ്യൻസി നോക്കിയപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. സോ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഹൈവേക്ക് 24-25 ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഹൈവേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ തന്നെയാണ് നമുക്ക് എഞ്ചിനും കുറച്ച് ഇതിൽ ഒരു ലാക്ക് ക്ലസ്റ്റർ ആയിട്ട് തോന്നുക. നമ്മളിപ്പോ തേർഡ് ഗിയറിലാണ്, കാല് ഫുള്ള് കൊടുത്തു. കയറി വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 4000-4500 RPM കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ഇതിപ്പോ നമ്മൾ 2 പേരേ ഉള്ളൂ, 6 പേരും ലഗേജും ഒക്കെ കയറി കഴിയുമ്പോൾ കുറച്ച് ആ ഒരു ലോഡ് അറിയും. ബട്ട് ദെൻ അഗൈൻ ഇതൊരു അങ്ങനെ നമുക്ക് ഭയങ്കര ഹൈവേ കാറായിട്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു സിറ്റിക്കകത്തും ചെറിയ ആവശ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കേരളം പോലത്തെ സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ടൗണിലൊക്കെ ഓടുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ 6 പേരെ വെച്ച് പോയിട്ടുണ്ട്, ലഗേജും ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം വലിയ പ്രശ്നമില്ല കേട്ടോ. ട്രാക്ടബിലിറ്റി ഒക്കെ നല്ലതാണ്. നമുക്ക് ഇപ്പൊ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പതുക്കെയല്ലേ ഓടിക്കുള്ളൂ. അപ്പൊ അന്നേരം വലിയ കുഴപ്പമില്ലാണ്ട് പൊക്കോളും ആണല്ലേ. സോ ദാറ്റ്സ് ഗുഡ്. ആൻഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ടോർക്ക് കൺവേർട്ടറും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ലാക്ക് ഓഫ് ടോർക്കും എല്ലാം അത് കുറെ മാസ്ക് ചെയ്തോളൂ. സ്റ്റിയറിംഗ് ഫീൽ ഒക്കെ നല്ലതാണ്, അത്യാവശ്യം ഒരു കുഴപ്പമില്ല. സാധാരണ മാരുതി സ്റ്റിയറിംഗ് ആണെങ്കിലും കുറച്ചും കൂടി ലൈഫ് ഉണ്ട് ഇതിന്. ആൻഡ് ഇറ്റ് ഫീൽസ് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു MPV-നേലും കുറച്ച് ഒരു നന്നായി തോന്നുന്നുണ്ട്. വലിയ കുഴപ്പമില്ല ഓടിക്കുമ്പോൾ. ബ്രേക്സ് ഡീസന്റ് ആണ്. പെഡൽ ഫീൽ ഒന്നും വലിയ കുഴപ്പമില്ല. ഓക്കെ. ഇന്റീരിയർ എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇന്റീരിയർ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാരൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡേറ്റഡ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. കൊല്ലങ്ങളായി കാണുന്നതിന്റെ ആയിരിക്കാം ചിലപ്പോൾ അത്. പക്ഷെ അത്യാവശ്യം നല്ല ഡീസന്റ് ഡിസൈൻ ആണ്, പ്ലീസിംഗ് ആണ്. ഡിസൈൻ വൈസ് കുഴപ്പമില്ല, ലക്ഷൂറിയസ് അല്ല, വലിയ ലക്ഷറി ഫീൽ ഇല്ല. ശരിയാ. എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ്. ആസ് ഇൻ പ്ലാസ്റ്റിക്സും എല്ലാം നല്ലതാണ്. പക്ഷെ ആ ഒരു എക്സ്ട്രാ ഒരു റിച്ച്നെസ് ഉണ്ടോ ഫാക്ടർ തോന്നുന്നില്ല. അങ്ങനെ ഓവർ ആക്കിയിട്ടില്ല. വേണ്ടതെല്ലാം ഉണ്ട്, ബട്ട് എങ്കിലും അങ്ങനെ ഒരു ഇന്റലിജൻസ് എന്നുള്ളൊരു ഫീൽ ഒന്നുമില്ല. പക്ഷെ കൺസിഡറിംഗ് ദ പ്രൈസ്, ഇപ്പൊ നമ്മൾ ആ വേരിയന്റും ഇതും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപയോളം ഓൺ റോഡ് വ്യത്യാസമുണ്ട്. അതിന്റെ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് മേടിക്കണം. ഫുള്ളി ലോഡ് വേരിയന്റിൽ യെസ്, അതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ കാരൻസ് പ്രൈസിംഗ് അല്ല ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് വലിയൊരു പോയിന്റ് ആണ്. ഇതിങ്ങനെ പ്രൈസ് ഇതും അങ്ങനെയല്ല. XL6 വില കൂടിയുണ്ട്. രണ്ടും വില കൂടി, കുഴപ്പമില്ല. അത്ര കുഴപ്പമൊന്നുമില്ല. ഇത് സിറ്റിക്കകത്താണെങ്കിലും കൊണ്ടു നടക്കാം. ഒരു ലൈറ്റ് ഫീലാണ് ബിൽഡും കാര്യങ്ങളെല്ലാം. ഒരു എഫേർട്ട്ലെസ് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത്. സോ ഇറ്റ്സ് ഫൈൻ. നമുക്കിനി റിയർ സീറ്റും കൂടെ നോക്കാം അല്ലേ? റിയർ സീറ്റ് നോക്കാം. നമ്മൾ XL6ന്റെ റിയർ സീറ്റിലോട്ട് നമ്മൾ കാരൻസിനേക്കാളും കുറച്ചുകൂടെ പൊങ്ങിയിട്ടാണ് ഇതിന്റെ ഒരു ഫ്ലോറും അതിന്റെ സീറ്റിംഗ് പൊസിഷനും എല്ലാം കൂടെ കുറച്ചുകൂടെ കയറിയിട്ടായിരിക്കുന്നത്. കുറച്ചൊരു തിയേറ്റർ സ്റ്റൈൽ ഫീൽ ഉണ്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ. ഷോൾഡർ ലൈനും ഭയങ്കര താഴെയാണ്. അതാണ്. സോ ദാറ്റ് ഈസ് വൈ യു ഫീൽ യു ആർ സിറ്റിംഗ് ടോളർ ദാൻ നമ്മൾ സാധാരണ. എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴും JD ബാൽക്കണിയിലും ഞാൻ മറ്റേ അത് ശരിക്കും അറിയാൻ പറ്റും. ആൻഡ് ഈ വലിയ ടോൾ ഹെഡ് റെസ്റ്റ് ആണ്, എന്നാലും നമുക്ക് അത്യാവശ്യം വിഷൻ ഉണ്ട്. ഈ വലിയ ഗ്ലാസ് നമുക്ക് ശരിക്കും മറ്റേ ട്രെയിനിലെ AC കോച്ചിലൊക്കെ ആണല്ലോ, ആ ഒരു ഫീൽ ഉണ്ട്. അതേപോലെ ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഫീൽ സ്പേഷ്യസ്. സീറ്റ്സ് നല്ലതാണ്. ഈ ആംറസ്റ്റ് ഒരു ലേശം 2 സൈഡിലും നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നും. ഇത് പിന്നെയും കുഴപ്പമില്ല. ഡോറിൽ അഗൈൻ സ്പേസിന് വേണ്ടിയിട്ട് അവർ കുറച്ച് കൺസേർവ് ചെയ്തതിന്റെ കാണാനുണ്ട്. ഡോർ പോക്കറ്റ്സിൽ ഒരു ബോട്ടിലും വേറെ കുറച്ച് സാധനങ്ങളും കയറും. AC ഇറ്റ്സ് റൈറ്റ് ഹിയർ. ഒരു കണക്കിന് ഇച്ചിരി ഓൾഡ് ഫാഷൻഡ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തണുക്കണമെങ്കിൽ സംഭവം നല്ലതാണ്. 3 AC ബ്ലോവർ സ്പീഡ്സ് ഉണ്ട്. ഒരു സിംഗിൾ ക്യാബിൻ ലൈറ്റേ ഉള്ളൂ ഇവിടെ. നമുക്ക് ഈ സീറ്റ്സ് ആക്ച്വലി സാധാരണ ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ് കൊടുക്കുമ്പോൾ പല ബ്രാൻഡുകളും കുറച്ച് ചെറുതാക്കാറൊക്കെ ഉണ്ട്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര തന്നെ വിത്ത് ഓൾമോസ്റ്റ് ഉണ്ട്. പക്ഷെ ഫ്ലാറ്റ് സീറ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കോണ്ടോർസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഉണ്ടോ? സീറ്റ് ഉണ്ട്. ബട്ട് ഓക്കെ, അണ്ടത്തയ്യൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ നല്ലതായിരിക്കും. നോട്ട് ബാഡ് ഇൻ എനി വേ, ബട്ട് നോട്ട് ദ ബെസ്റ്റ്. ബ്ലാക്ക് ആണ് മെറ്റീരിയൽ, ഫുൾ ഹാർഡ് വെയറിംഗ് ആണ്. പ്രത്യേകിച്ച് ചളിയാവുക ബാക്കി പേടികളൊന്നുമില്ല. സീറ്റിന്റെ ബാക്കിൽ വേറെ ആർഭാടങ്ങളൊന്നുമില്ല. 2 സീറ്റ് പോക്കറ്റ്സ് ഉണ്ട്. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരു സിംഗിൾ ഒരു സിഗരറ്റ് ലൈറ്റർ സ്ലോട്ട് ഉണ്ട്, പവർ സോക്കറ്റ് ഉണ്ട്, ഒരു ഫോൺ വെക്കാൻ സ്ഥലമുണ്ട്. വെരി ബേസിക് ബട്ട് ഗെറ്റ്സ് ദ ജോബ് ഡൺ. നമ്മുടെ ടിക വീഡിയോയിൽ കുറെ പേര് ചോദിച്ചു ഇത് ശരിക്കും എന്താണ്, ഇത് വെൻസ് ആണോ, ഇങ്ങോട്ടും കാറ്റി വീശോ എന്നുള്ളത്. ആക്ച്വലി ഇവിടുന്ന് എയർ വലിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലോവറും ഉണ്ട്, ഒരു കൗളിംഗ് കോയിലും ഉണ്ട്. സോ അത് ഫംഗ്ഷനിലാണ്.
അതെ, അതിന് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ഒരു ബ്ലോവർ അല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ മറ്റേ ഇന്റഗ്രേഷൻ കുറച്ചുകൂടി നല്ലതാണ്, കാരണം കുറച്ചും കൂടി കൺസീൽഡ് ആണ്, റൂഫിന്റെ കൂടെ അതെല്ലാം പോയിട്ടുണ്ട്. എയർ ബാഗും പറ്റും, സൺറൂഫും പറ്റും. ബാഗ് വെക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്, സൺറൂഫ് ഇല്ല. സോ അതങ്ങനെ നമുക്ക് തേർഡ് റോ കൂടെ നോക്കാം. അപ്പൊ നമ്മള് XL6ന്റെ തേർഡ് റോയിലോട്ട് കയറാനും ഇവിടെ ഒരു സിംഗിൾ ലിവർ ഉണ്ട്. അത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബേസിക്കലി കംസ് അപ്പ് ഓട്ടോ അസിസ്റ്റഡ് ഒന്നും അല്ല, നമ്മൾ തന്നെ ചെയ്യണം. ബട്ട് ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസി, വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാലും അത് അവിടെ നിൽക്കും, അതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ നീക്കണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾ കയറിയിട്ട് അയാളുടെ ഇഷ്ടത്തിന് അത് സെറ്റ് ചെയ്യണം. ബട്ട് അഗെയിൻ നമ്മൾ സെക്കൻഡ് റോയിൽ പറഞ്ഞ പോലെ തേർഡ് റോ ഒന്നും കൂടെ പൊങ്ങിയിട്ടിരിക്കുന്നത്. സോ നമുക്ക് ബാക്കി 2 സീറ്റിനേക്കാളും നമുക്കൊരു ടവറിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. തീരെ ക്ലോസ്ട്രോഫോബിക് അല്ല, വലിയ ഗ്ലാസ്സുകളാണ്. സോ അതിൻ്റെയൊക്കെ ഇവിടെ ഒരു നല്ല ഈ വീലാർസിന്റെ മുകളിലായതുകൊണ്ട് നല്ല വൈഡ് ഒരു ആംറെസ്റ്റ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും ഇവിടെയും ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്യണം, സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് കൊള്ളാം. ഹെഡ് റൂം ഇങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഒരു ടൈറ്റ് ആണ്. ഒരു 6 അടി നോട്ട് അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ഇത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കാനായിട്ട്. റിയർ സീറ്റ് അഗൈൻ ഇതിൻ്റെയും അഡ്ജസ്റ്റബിൾ ആണ്, ബട്ട് ഇതാണ് മാക്സിമം. നമുക്ക് ഇതിനേക്കാളും ഒരു കുറച്ചുകൂടെ കംഫർട്ടബിൾ റിക്ലൈൻ വേണമെങ്കിൽ പറ്റില്ല. നമ്മളിപ്പോൾ ഈ സീറ്റ് ഓൾമോസ്റ്റ് ഒരു 3/4 ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഈവൻ കുറച്ചുകൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഒരാളുടെ പൊസിഷൻ, കാരണം ഇവിടെ നല്ല ലെഗ് റൂം ഉണ്ട്. അതെ, ബാക്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഈ സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഈ സീറ്റിന്റെ അടിയിലോട്ട് പോകും. സോ യു ആർ ആക്ച്വലി ക്വൈറ്റ് കംഫർട്ടബിൾ ഹിയർ. ഈ സീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുന്നത്, എന്നാൽ അപ്പോൾ വളരെ നല്ല ലെഗ് റൂം ഉണ്ട് ബാക്കിൽ, പ്രശ്നമൊന്നുമില്ല. ഹെഡ് റൂം മാത്രമാണ് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉള്ളത്. അതും ഒരു റെഗുലർ ഒരു 5'5", 6 ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. ഈ സീറ്റ് സ്ക്വാബ് കുറച്ച് ചെറുതാണ്, ഈ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ ചെറിയ സിറ്റി റൈഡ്സിനൊന്നും കുഴപ്പമുണ്ടാവില്ല. വളരെ ലോങ് പോകുമ്പോൾ മേ ബി ഇറ്റ് വോണ്ട് അൺകംഫർട്ടബിൾ ആയിരിക്കില്ല, ബട്ട് ഇറ്റ് വോണ്ട് ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ തിങ് അറൗണ്ട്. കാരണം സീറ്റ് ഒരു ബെഞ്ച് പോലെയാണ്, വേറെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒരു കോണ്ടോറോ അഡ്ജസ്റ്റ്മെന്റോ ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലാറ്റ്. അപ്പൊ ഓവറോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു MPV സെഗ്മെന്റിലോട്ട് ഒരു ലക്ഷൂറിയസ് MPVയിലോട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഏർട്ടിക ഒക്കെ ഒരു പ്യുവർലി ഒരു ഫങ്ഷണൽ വെഹിക്കിൾ ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. 8 സീറ്റും അങ്ങനത്തെ കാര്യങ്ങളും മാക്സിമം ആൾക്കാരെ കൊണ്ടുപോകേണ്ടതും അല്ലേ, ആൻഡ് ഒരു അട്രാക്റ്റീവ് പ്രൈസ് പോയിന്റിലും കൂടെ വരേണ്ട ഒരു വണ്ടിയായിട്ടാണ് അവർ ഏർട്ടിക പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ കുറച്ചും കൂടി ഒരു അപ്പ് മാർക്കറ്റ് വേരിയന്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കമ്പയറിംഗ് വിത്ത് ദി ബിഗർ വെഹിക്കിൾസ് ദാറ്റ് ആർ അറൗണ്ട്, ഇത് ആക്ച്വലി നല്ലൊരു വണ്ടിയാണ് ടു സ്റ്റാർട്ട് ഔട്ട് ഓൺ ദാറ്റ് MPV അല്ലേ. കൂടുതലും ഇപ്പൊ സിറ്റി യൂസ് ആണ് നമുക്ക് വരുന്നത്, ഓർ ഇപ്പോ വാട്ട് ഡു യു സേ, ഈസ് ഓഫ് മെയിൻ്റെനൻസ്, ഈസ് ഓഫ് ലിവിംഗ് വിത്ത് ദ കാർ ജനറലി, ഇതൊക്കെ ഒരു പ്രയോറിറ്റി ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ബൈ. ഇപ്പൊ ഒരാൾക്ക് മേടിച്ചിട്ട് അടുത്തൊരു 10 വർഷം 15 വർഷത്തേക്ക് കീപ്പ് ചെയ്യാൻ ഒരു തലവേനയും വേണ്ടാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടി നല്ലത്. അതെ, വേറെ തലവേനകളൊന്നും ഉണ്ടാവില്ല, ഒരു ബേസിക് എഞ്ചിൻ കിടന്ന് ഓടിക്കോളും, പെട്രോൾ മാത്രം അടിച്ചാൽ മതി. അതെ. പിന്നെ സർവീസിന്റെ കാര്യമാണെങ്കിലും എല്ലാ മുക്കിലും മൂലയിലും മാരുതിയുടെ സർവീസ് ഉണ്ട്. റീസെയിൽ വാല്യൂ കുഴപ്പമില്ല. സോ ഇൻ ദാറ്റ് ഫ്രണ്ട്സ് നമുക്ക് ഒരു വിത്ത് യുവർ ഹെഡ് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വണ്ടി. ആൻഡ് അപ് ഫ്രണ്ട് 4-5 lakhs നമ്മൾ സേവ് ചെയ്യണം, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ള ഒരാൾക്ക് ഇമീഡിയറ്റ്ലി ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയാൻ പറ്റില്ല, 16-17 ലക്ഷം രൂപ ഉണ്ട് ഇതിനും. സോ ഇപ്പൊ ഒരു അണ്ടർ 20 നമുക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി വേണം. നമുക്ക് ആ ഒരു 15-16 lakhs ആണ് ഇഫ് യു ആർ കംഫർട്ടബിൾ സ്പെൻഡിങ് ഓൺ എ മൾട്ടി സീറ്റർ കാർ. ദിസ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. അതെ, പക്ഷേ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത് ദിസ് ഡസ് ദ ബെയർ എസെൻഷ്യൽസ് വെൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സമാധാനമായിട്ട് തലവേന ഇല്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഇത്. ബട്ട് ദർ ഇസ് ഓൾസോ ഒരു ഹ്യൂജ് സെഗ്മെന്റ് ഓഫ് ബയേഴ്സ് വേറെ ഡിഫറെന്റ് സാധനങ്ങളാണ് പ്രയോറിറ്റി. അതെ, ഫീച്ചേഴ്സ്, കുറച്ചുകൂടെ ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യണം, കുറച്ചും കൂടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഹാർട്ടാണ് നമുക്ക് കുറച്ചും കൂടെ റൂൾ ചെയ്യുന്നത് നമ്മൾ ഹെഡിനേക്കാളെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ആയിരിക്കുമോ നല്ലത്? നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കിയ കാരൻസിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് വണ്ടിയാണ് ഓടിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പുള്ള റിവ്യൂവിൽ 1.4 ടർബോ പെട്രോൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്, മേറ്റഡ് ടു DCT ട്രാൻസ്മിഷൻ. ഇന്ന് നമ്മൾ ഓടിക്കുന്നത് ഇസ് ദ 1.5 ലിറ്റർ CRDI എഞ്ചിൻ മേറ്റഡ് ടു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ. ഇതാണ് കുറച്ചും കൂടെ ഒരു ടൂറിങ്ങിനൊക്കെ ആൾക്കാരെ പ്രിഫർ ചെയ്യുന്ന എഞ്ചിൻ, ബേസിക്കലി ഡീസൽ ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഈ ഒരു സോർട്ട് ഓഫ് വണ്ടിയിൽ നമുക്ക് വേണ്ടതും ഡീസലാണ്, ലോങ് ഡിസ്റ്റൻസ് ടൂറിംഗ് എന്നുള്ള ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ. അതെ. സോ നമ്മൾ ഈ വണ്ടിയിനകത്തോട്ട് കയറുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഇസ്
വൗ ഫാക്ടർ. അതെ, വൗ ഫാക്ടർ വളരെ ഹൈ ആണ് ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ. സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ദ കളർ സ്കീം. നമുക്ക് ഇന്റീരിയർ ഈ ബ്ലൂവും വൈറ്റ് കളർ സ്കീം ഇസ് ഗ്രേറ്റ്. ചെറിയ ആക്സെന്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ സിൽവറിൽ. പിന്നെ ഇതൊരു സ്പേസ് പോലത്തെ എന്തോ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ടല്ലോ. പാറ്റേൺ ഉണ്ട്. വണ്ടി ഫ്രം അനദർ വേൾഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ വേൾഡിലെ ക്ലൈമറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി കൂൾ. ഇപ്പൊ ടുഡേ ഇപ്പോഴത്തെ വെതർ കാണിക്കുന്നുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ ഈ ഓഡിയോ സിസ്റ്റം ആക്ച്വലി എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് ഒരു ടാബ്ലറ്റ് പോലെ വെക്കുന്ന ഒരു കാലമാണ്. എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇറ്റ്സ് ഫെയർലി ബിഗ്. ട്രേഡ് മാർക്ക് കിയയുടെ ഇന്റർഫേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മാപ്പും സാധനങ്ങളും എല്ലാം കാണിക്കും. യു ഹാവ് യുവർ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ചാർജർ, എല്ലാ സാധനങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ബോസ് സ്പീക്കേഴ്സ് ആണ്. ദർ ആക്ച്വലി ക്വൈറ്റ് നൈസ്. ഞാനിപ്പോൾ വരുമ്പോൾ ഞാൻ കാർപ്ലേയിൽ പാട്ട് കേട്ടാ വന്നത്. നല്ല രസമുണ്ട്. സബ്വൂഫറൊക്കെ ഉണ്ടല്ലേ? സബ്വൂഫർ ഉണ്ട്, നമുക്ക് ശരിക്കും കേൾക്കാം. ആൻഡ് സാധാരണ നമ്മളൊരു OEM സിസ്റ്റം എന്ന് പറയുമ്പോൾ വലിയ എഫക്റ്റ് ഒന്നും കാണാറില്ല. സെൽറ്റോസിന്റെയും ഇറ്റ് വാസ് ഡീസെന്റ് എന്നേ ഉള്ളൂ. പക്ഷെ ഇതെന്തോ സൗണ്ട് സ്റ്റേജും എല്ലാം കൂടെ വലിയൊരു ക്യാബിൻ ആയതുകൊണ്ടും കറക്റ്റ് ആയിട്ടുണ്ട്. ആ സൗണ്ട് സ്റ്റേജും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്വൈറ്റ് നൈസ്. ഇന്റർഫേസ് നല്ലതാണ്, വെരി സ്നാപ്പി. സോ ദി ഓഡിയോ സിസ്റ്റം ഇസ് ഗ്രേറ്റ് ഇൻ ദാറ്റ്. പിന്നെ കുറെ കിയുടെ സാധനങ്ങളുണ്ട്, കുറെ ലൈറ്റ്, ആംബിയന്റ് ലൈറ്റ്സ്, കുറെ സാധനങ്ങൾ, അങ്ങനെ ഒരു ലോഡ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂലോട്ട് കാണാതെല്ലാം. ഇൻട്രസ്റ്റിംഗ്ലി ഈ ഗേജ് ക്ലസ്റ്ററിന്റെ അകത്ത് ഗേജ് ക്ലസ്റ്റർ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല ജനറലി, അതിലെ ഫോണ്ടും കാര്യങ്ങളൊക്കെ. അതെ, പക്ഷെ അതിന്റെ താഴെ നമുക്ക് ഓരോ റൂട്ടിലുള്ള സ്പീഡ് എഴുതി കാണിക്കും. കണ്ട, അതിവിടെ സ്പീഡ് സൈൻ എഴുതി കാണിക്കുന്നുണ്ട്. 30 ലീഗൽ സ്പീഡ് എത്രയാന്നുള്ളത് അതിൽ എഴുതി കാണിക്കും. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അതോടൊപ്പം ഞാൻ പാലത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോ ഓവർടേക്കിംഗ് എന്നുള്ളത് അതിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലേ, പടമായിട്ട് ഇങ്ങനെ. അതേപോലെ ഞാനിപ്പോ വരുന്ന നേരത്ത് ഒരു സ്കൂൾ കുട്ടികൾ ക്രോസ് ചെയ്യുന്നതിന്റെ പടം കാണിച്ചു, ചിൽഡ്രൻ ക്രോസിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ റിയലി നൈസ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് GPS ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ വാർണിംഗ് ഉള്ള സ്പോട്ടുകളും ബാക്കി സാധനങ്ങളൊക്കെ ഇവർ ഇതിൽ കാണിക്കും. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇവിടെയും ഉണ്ട് സ്പീഡിന്റെ മാക്സിമം. ഓ, ഇവിടെയും കാണിക്കുന്നുണ്ടല്ലേ? കണ്ടെയ്നർ റോഡിൽ 30 ആണ് സ്പീഡ്. അറിയില്ല, ഇപ്പൊ കാർ ഇതാ പറഞ്ഞത്. ഇത് എങ്ങനെ സ്പീഡ് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ കാർ പറയും, പറഞ്ഞാണല്ലോ. എന്തായാലും സോ ഓൾ ദാറ്റ്. ഇപ്പം നമുക്ക് എന്തായാലും കൺസോളിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മീറ്റ കൺസോൾ ഒരു വലിയൊരു LCD സ്ക്രീനാണ്. ലെഫ്റ്റും റൈറ്റിലും സ്പീഡും ടാക്കോം ഡിജിറ്റലായിട്ടാണ് കാണിക്കുന്നത്. സ്പീഡോ പിന്നെ വായിക്കാൻ പറ്റും, ടാക്കോ പ്രത്യേകിച്ച് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. കാര്യം 1.2, 2.5, 3.8 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് പ്രിറ്റി മച്ച് അൺയൂസബിൾ ഇൻ ദാറ്റ്. ബട്ട് അതല്ലാണ്ട് നടുക്കിലൊരു കോമ്പസ് ഉണ്ട്. പിന്നെ ഡ്രൈവ് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം, മൈലേജ്, കറണ്ട് ട്രിപ്പ് സാധനങ്ങളെല്ലാം അതിൽ കാണിക്കുന്നതാണ്. ആൻഡ് ഒരു പേർപ്പിൾ കളർ ആനിമേഷൻ ആണ് യൂഷ്വലി വരുന്നത്. നമ്മൾ സ്പോട്ട് ഇടുമ്പോൾ റെഡ് ആവും. ഈ പേർപ്പിൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ മറാസോ ആണ് ഓർമ്മ വരുന്നത്. ഡ്രൈവ് മോഡ്സ് ഉണ്ട് ഇവിടെ. ഓ, ഡ്രൈവ് മോഡ് ഉണ്ടല്ലേ? ഓ, ഇക്കോ ഇടുമ്പോ ഒരു പച്ച വരുന്നുണ്ട്, പേർപ്പിൾ ആൻഡ് സ്പോർട്ടിന് റെഡ്. ഓക്കെ, ദാറ്റ്സ് കൂൾ. 3 ഡ്രൈവ് മോഡ് ഉണ്ട്. സ്റ്റിയറിംഗും എല്ലാം വെയിറ്റ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വെയിറ്റ് മാറുന്നുണ്ട്, അസിസ്റ്റ് എല്ലാം. 3 മോഡ്സിനും ടോട്ടൽ റെസ്പോൺസിൽ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. അതല്ലാണ്ട് സ്റ്റിയറിംഗും പിടിക്കുമ്പോഴും നല്ലതാണല്ലോ ഇതിൽ. അത് വെരി ഹൈ ക്വാളിറ്റി, പിടിക്കാൻ നല്ലതാണ്. സ്റ്റിച്ചിങ് ഒക്കെ വളരെ ഈവൺ ആണ്. എനിക്ക് യൂഷ്വലി ഈ അൺഈവൺ സ്റ്റിച്ച് വരുമ്പോൾ അത് വല്ലാണ്ട് ബഗ് ചെയ്യുന്നതാണ്. ഇത് സ്റ്റിച്ചസ് ഒക്കെ കറക്റ്റ് ആണ്. ഗുഡ് മെറ്റീരിയൽസ്. ഐ ലൈക്ക് ദിസ് ബ്ലൂ. പാഡൽ ഷിഫ്റ്റേഴ്സ് ഓൾസോ ഫീൽ വെരി നൈസ്. ഓവറോൾ എല്ലാ ടച്ച് പോയിന്റ്സും ഭയങ്കര ഹൈ ക്വാളിറ്റി ആണ്. ഇവിടെ കിയയുടെ മറ്റേ കിയ കണക്ട് ഉണ്ട്, എമർജൻസി വിളിക്കാനായിട്ടും അതേപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കെല്ലായിട്ടുള്ള ബട്ടൺസും സാധനങ്ങളെല്ലാം ഈ മിററിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഓട്ടോ ഡിമ്മിംഗ് ആണ്. അതുപോലെ ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്പ് ഇല്ലേ, അത് 2 വണ്ടിക്കും ഉണ്ട്. 2ലും 40+ ഫംഗ്ഷൻസോളം പറയുന്നുണ്ട്. ആൻഡ് മോറോർലെസ് ഈക്വൽ ആണ്. പക്ഷെ നമ്മളൊരു ഓണർ പെർസ്പെക്റ്റീവ് എനിക്ക് പലതും അങ്ങനെ യൂസ് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോ ജിയോ ഫെൻസിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ ഓടിക്കുന്ന വണ്ടിയിൽ നമുക്ക് ജിയോ ഫെൻസിംഗ് ആവശ്യമില്ല. സ്പീഡ് വാർണിംഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് തന്നെ അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഫാൻസി ഫീച്ചർ ആണ്. സം പീപ്പിൾ ലൈക്ക് ഇറ്റ്, സം ഡോണ്ട്. ഞാൻ ആക്ച്വലി MGയിൽ എന്റെ കാർ ആപ്പിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കൂൾ ചെയ്യാൻ വേണ്ടി വരുന്നതിന് മുമ്പ് AC ഓൺ ആക്കിയിട്ട് കൂൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. ബട്ട് അതർവൈസ് ഐ ഡോണ്ട് യൂസ് ദി ആപ്പ് അറ്റ് ഓൾ. സോ കൂളിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിന് 3 റോ AC ഉണ്ട്. സീറ്റിൽ വെന്റിലേഷൻ ഉണ്ട്. ഫ്രണ്ട് സീറ്റ്സിനാണ് വന്നിരിക്കുന്നത്.
3 മോഡ്സ് ഉണ്ട് വെന്റിലേഷന്. ഈവൻ ഫുൾ ഇട്ടാലും അത്യാവശ്യം ക്വയറ്റ് ആണല്ലേ, വലിയ കുഴപ്പമില്ല, വലിയ അങ്ങനെ ഒച്ചപ്പാടും. ഫുള്ളി ഇടാം ഫുൾ ടൈം അല്ലേ? അതെ, ഫുള്ളാണ്, അറിയുന്ന പോലും അറിയുന്നില്ല. സോ ദാറ്റ്സ് ഗുഡ് ഇൻ എ വേ. പക്ഷെ അറിയുന്നത് ഇതിന്റെ എയർ പ്യൂരിഫയർ ആണ്. ഭയങ്കര നോയ്സിയാണ് ആൻഡ് വെരി സ്ട്രേഞ്ച് പൊസിഷനിങ് ആണ്. കാര്യം നേരെ ഡ്രൈവറിന്റെ ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത്. സോ ഫുൾ ടൈം ഡ്രൈവറിനും ഉണ്ടാവും, ബാക്കിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് എ സേഫ്റ്റി ഹാസർഡ്. കാര്യം നമ്മുടെ നാട്ടിൽ ആരും ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറില്ല. അപ്പൊ അതുകൊണ്ട് അതും വെൽ എനിവേസ് സാധനം ഉണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. അതർവൈസ് കംഫർട്ട്, റൈഡ് കംഫർട്ട് അത്യാവശ്യം നല്ലതാണല്ലേ? റൈഡ് കംഫർട്ട് നല്ലതാണ്. ഇറ്റ്സ് വെരി സപ്പിൾ. നമുക്ക് റോഡിലുള്ള അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊന്നും അറിയാനില്ല. ഇറ്റ് ഡസൻ ഗോ ക്രാഷിംഗ് ഇൻ ടു ബംസ് ഓർ എനിത്തിങ്. അങ്ങനെ വലിയ സ്പോർട്ടി ഹാൻഡ്ലിംഗ് ഒന്നും അല്ല. പിന്നെ അത് ആവശ്യമില്ല വണ്ടിക്ക്, അത് ആവശ്യമില്ല. അതെ, ഓരോരുത്തർ ഉദ്ദേശിച്ചിട്ടുമില്ല. സോ ഇറ്റ് ഡസ് ദ ജോബ് ക്വൈറ്റ് വെൽ. സൗണ്ട് ഡെഡനിങ് എനിക്ക് തോന്നുന്നു XL6-നേക്കാളും കുറച്ചുകൂടെ കുറച്ചുകൂടെ ബെറ്റർ ഇതിനകത്താണ്. എഞ്ചിൻ നോയ്സ് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഡീസലായിട്ട് പോലും അങ്ങനെ ഭയങ്കര അനോയിങ് ആയിട്ടുള്ള നോയ്സ് ഒന്നും ഇല്ല, വൈബ്രേഷൻസ് ഇല്ല. ഇറ്റ്സ് ഫൈൻ. ഗിയർ ബോക്സ് ഇസ് ഫെയർലി ഡീസെന്റ്. അങ്ങനെ ഭയങ്കര സ്പോർട്ടി ഗിയർ ബോക്സ് ഒന്നും അല്ല, ബട്ട് കുഴപ്പമില്ല. ഇറ്റ് ഡസ് ദ ജോബ് ക്വൈറ്റ് വെൽ. കംഫർട്ടബിൾ ആൻഡ് ഒരു നല്ലൊരു സ്റ്റൈലിഷ്, നല്ലൊരു ആംബിയൻസ് ആണ് ഇതിനകത്ത് മൊത്തത്തില്. പിന്നെ ചെറിയ കുറെ ടച്ചസ് ഉണ്ട്. ഇവിടെ പോപ്പ് ഔട്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. എന്തെങ്കിലും വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സോ വല്ലതൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. ആക്ച്വലി ഇവിടെയും കൂൾഡ് വെൻസ് വെക്കാം. ഇതിലും വെക്കാം. XL6-നും ഉണ്ട് ഫ്രണ്ടില് കപ്പ് ഹോൾഡറിന്റെ അവിടെ ആയിട്ട് കൂളിംഗ് വെന്റുകൾ വരുന്നുണ്ട്. ഇതിനൊരു സാധനവും കൂടെ ഉണ്ട്. സോ അവിടെ ആ ഒരു ചെറിയ ഗ്യാപ്പില് ചെറിയൊരു വെന്റ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു എയർ ഫ്രഷ്നർ പ്ലഗ് ഇൻ ചെയ്ത് വെക്കാനായിട്ട്. സോ AC വെന്റ്സ് ഒന്നും എഫക്ട് ആവുന്നില്ല. നമുക്ക് നേരെ അവിടെ നിന്ന് ആ ഒരു സെന്റും കിട്ടുകയും ചെയ്യും. AC വെന്റ്സും കുറച്ച് ഫണ്ണിയാണല്ലേ, കാണാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഒരു ഇൻവിസിബിൾ വെൻസ് ആണ് ശരിക്കും. അതെ, ബട്ട് അതർവൈസ് വെരി നൈസ്, ഗുഡ് പ്ലേസ് ടു ബി ഇൻ അല്ലേ. അണ്ടർ തൈ സപ്പോർട്ട് നല്ലതാണ്, ഡീസെന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. സൈഡ് ബോൾസ്റ്റേഴ്സ് നല്ലതാണ്. എനിക്ക് ഇതിന്റെ സീറ്റിൽ ഇഷ്ടമായത് കുറച്ചൊരു പർപ്പസ്ഫുൾ സീറ്റ് ആണ്. ലൈക്ക് ഇറ്റ് ഫീൽസ് ഗുഡ്, ഇറ്റ് ഹഗ്സ് യു. നമ്മൾ വെറുതെ ഒരു പലക പോലെ അല്ല ഇരിക്കും. സൺറൂഫ് ഉണ്ട്, സിംഗിൾ പെയിൻ ആണ്, MPV കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ 3 റോ AC അങ്ങനെ വരുന്നുണ്ട്. നമുക്കിനി റിയർ സീറ്റും കൂടെ നോക്കട്ടെ. ഓക്കെ, നമുക്ക് കാരൻസിന്റെ റിയർ സീറ്റിലോട്ട് കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു വെരി എഫേർട്ട്ലെസ് ആണ് കയറാൻ. SUV-ലോട്ട് കയറുന്ന ആ ഒരു പൊക്കത്തിന്റെ പ്രശ്നമില്ല. എന്നാൽ സെഡാൻ പോലെ കുഴിഞ്ഞുരിക്കേണ്ട റൈറ്റ് ഹൈറ്റ് ആണ്. ഡോസ് ആർ റിയലി ലാർജ്. നല്ല ലെഗ് റൂം ഉണ്ട്. ഇപ്പൊ ഈ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്, പക്ഷെ മാസീവ് ലെഗ് റൂം. ലൈക്ക് നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്തിരിക്കാം. സൈഡിൽ ഈ കേർട്ടൻസ് ഉണ്ട്, നൈസ് ടച്ച്. 2 സൈഡിലും ഉണ്ട്. AC വെൻസ് മുകളിൽ നിന്നാണ് വരുന്നത്. സോ അതിൻ്റെ കൂടെ ചെറിയൊരു വോളിയം അഡ്ജസ്റ്റർ ഒക്കെ ഉണ്ട് അതിൽ. ആൻഡ് 2 ബക്കറ്റ്സ് ആണ് ഈ മോഡൽ വരുന്നത്. സിംഗിൾ ബെഞ്ച് സീറ്റും ഉണ്ട്. 2 ബക്കറ്റ് വെരി കംഫർട്ടബിൾ, ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം. ആംറെസ്റ്റും അത്യാവശ്യം ഡീസെന്റ് ആണ്. സീറ്റ്സ് ആർ ഓൾസോ ക്വൈറ്റ് നൈസ്. അത്യാവശ്യം സൈഡ് സപ്പോർട്ടും അണ്ടത്തെ സപ്പോർട്ട് ഇസ് വെരി ഗുഡ്. കളർ കോമ്പിനേഷൻ ആക്ച്വലി ഭയങ്കര ഒരു ആംബിയൻസ് നല്ലോണം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ലൊരു അൺകൺവെൻഷണൽ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വൈറ്റും ബ്ലൂവും നന്നായിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടച്ചസ് ഒക്കെ ഉണ്ട്. ഈ ഹാൻഡിലിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വല്ലതും വെക്കാം. നോട്ട് വെരി സേഫ്, ബട്ട് യു ക്യാൻ സ്റ്റിൽ കീപ് ഇറ്റ്. ഇതിന്റെ പൊസിഷനിങ് കറക്റ്റ് ആണ്. 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ട്രേ ഉണ്ട്, ഫോൾഡ് ഔട്ട് ട്രേ ഉണ്ട്. ഇതിനകത്ത് വല്ല ഐപാഡോ പേനയോ ഗ്ലാസ് ചെറിയ സാധനങ്ങൾ ഇവിടെ വെക്കാനായിട്ടൊരു നെറ്റ്. ഇവിടെയാണ് എയർ പ്യൂരിഫയർ വരുന്ന. വെരി വിയർഡ് ലൊക്കേഷൻ ഫോർ ദാറ്റ്, ബട്ട് സ്റ്റിൽ എന്തായാലും റിയർ സീറ്റ് മിഡ് റോ വളരെ കംഫർട്ടബിൾ ആണ്. ഇവിടെ ഒരു 2 ചാർജിങ് സ്ലോട്ട് ഉണ്ട്. USB Type-C ആണ്. ആൻഡ് ഒരു ചെറിയൊരു കബി ഹോൾ ഉണ്ട്. അതിനകത്താണെങ്കിൽ AC വെന്റും വരുന്നുണ്ട്. സോ ഇഫ് യുവർ ഫോൺ ഇസ് ചാർജിങ്, നമുക്ക് അവിടെ ഫോൺ തണുത്തിരിക്കാം. വല്ല ഡ്രിങ്ക്സ് വല്ലതും വെച്ചാൽ വെള്ളമോ എന്താന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തണുത്തിരിക്കും. ബ്ലോവറിന്റെ കൺട്രോൾ ഇവിടെയാണല്ലേ? ഇവിടെ ബ്ലോവർ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. ബോസിന്റെ കുറെ ബ്രാൻഡിങ്ങും സാധനങ്ങളൊക്കെ ഉണ്ട്. ഫോൾഡ് ഔട്ട് ഹാൻഡിൽസ്, വെരി നൈസ്. നല്ല ഹെഡ് റൂം ഉണ്ട്, വെരി കംഫർട്ടബിൾ. ആൻഡ് ഏറ്റവും വലിയ കാര്യം, ഈ ഒരു ബക്കറ്റ് സീറ്റ് ഉള്ളതിന് തന്നെ ഇങ്ങനെ ഈ ടംബിൾ സീറ്റ്സ് ആണ് വരുന്നത്. 1 ടച്ച് ടംബിൾ ആണ് വരുന്നത്. 3rd റോയിലോട്ട് കയറാനായിട്ട് നമുക്കതൊന്ന് കാണാം. വെരി എഫേർട്ട്ലെസ്. നേരെ അങ്ങോട്ട് കയറാം. സോ 3rd റോയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അടച്ചു കഴിഞ്ഞാൽ നല്ല റിക്ലൈനിങ് 3rd റോ ആണ്. നല്ല സ്പേസ്. ആൻഡ് റിക്ലൈനിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ബേസും അനങ്ങുന്നുണ്ട്. സോ ദിസ് ഇസ് വെരി കംഫർട്ടബിൾ ആക്ച്വലി. 3rd റോ നല്ല സ്പേസിയസ് ആണ്, ഒരു കുഴപ്പമില്ല. കാല് സീറ്റിന്റെ അടിയിലോട്ട് പോകും. സോ യു ആർ കംഫർട്ടബിൾ ദെയർ ഓൾസോ. ഹാൻഡ് റെസ്റ്റിന്റെ പൊസിഷൻ പെർഫെക്റ്റ് ആണ്. ഇവിടെ Type-C 2 ചാർജേഴ്സ് ഉണ്ട്. ഇവിടെ AC വെൻസും വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ലൈറ്റ്സും ഉണ്ട്. 3 റോയ്ക്കും സെപ്പറേറ്റ് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഗ്ലാസും ഇതും എല്ലാം കൊണ്ട് വെരി എയറി. ഹെഡ് റൂമും നല്ലതാണ്. റിക്ലൈൻ ആംഗിൾ ഇസ് കംഫർട്ടബിൾ.
എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി നമുക്ക് ഇതിലിരുന്ന് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ ലോങ് ഒക്കെ പോകണമെങ്കിൽ സുഖമായിട്ട് പോകാം. ഫോർ എ ഫുള്ളി ഗ്രോൺ അഡൾട്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് തീരെ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീലിംഗോ ഒന്നുമില്ല. ആൻഡ് XL16 ഗ്ലാസ് ഏരിയ കുറവാണ് ബാക്കിലത്തെ, കുറച്ചും കൂടി കറക്റ്റ് ആണ്. ഇത്രയും കൂടി നമ്മളെ ലോ ആയിട്ട് തോന്നും. അതെ, ഇത് കറക്റ്റ് ആണ്. നമുക്ക് ആവശ്യത്തിന് പ്രൈവസി ഉണ്ട് താനും, എന്നാൽ റിയലി നൈസ്ലി ഡൺ. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ബെൽറ്റ്സ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട് ഇവിടെ. കൊള്ളാം. ഈ സീറ്റ്സും കംപ്ലീറ്റ് നമുക്ക് മടക്കാൻ പറ്റും, ആൻഡ് റിക്ലൈൻ ആംഗിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഗ്രേറ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ് റിയർ സീറ്റ്സ് അല്ലേ തേർഡ് റോയിൽ ഇന്ത്യൻ വണ്ടികളിൽ? ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് തേർഡ് റോസ് ആണ്. കാര്യം ഇതിനേക്കാളും വലിയ സൈസുള്ള വണ്ടികൾ പലതും നോക്കിയാലും ദിസ് ഫീൽസ് മോർ കംഫർട്ടബിൾ. സോ നമ്മൾ കാരൻസ് 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ടർബോ പെട്രോൾ ആക്ച്വലി ഓടിക്കാൻ നല്ല രസമാണ്. 140 bhp ഉണ്ട്, അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ മറ്റേ റെഗുലർ വേരിയന്റ് ഉണ്ട്, ഒരു സാധാരണ ഒരു 1.5 എഞ്ചിൻ ഉണ്ട് VVT ഒക്കെ ഉള്ളത്. ഓക്കെ, ഫെയർലി ഓക്കെ, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ അല്ല. സോ ആ എഞ്ചിൻ സെൽറ്റോസിലൊക്കെ CVT ട്രാൻസ്മിഷൻ കൂടിയാണ്. ഇവരുടെ IVT എന്ന് വിളിക്കുന്ന ട്രാൻസ്മിഷനിലാണ്. ഇതിന് IMT ഇല്ലല്ലോ അല്ലേ? ഇതിന് IMT IVT ഇല്ല. 2 പ്രോപ്പർ ഗിയർ ബോക്സുകൾ മാത്രമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ്ലി ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ടർബോ പെട്രോളിലേക്ക് പോകേണ്ടി വരും. അതെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ബി കമ്പയറിംഗ്. ലൈക്ക് നമ്മൾ XL6 വെച്ച് നോക്കുമ്പോൾ ആണ് ഐഡിയലി ആണ്. പക്ഷേ എൻ്റെ ഒരു തോട്ടില് ഒരു മൈലേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇക്കോണമി മൈൻഡ് ആയിട്ടുള്ള ഒരാള് പോയിട്ട് ടർബോ പെട്രോൾ അല്ല ഇതിന്റെ മേടിക്കുന്നത് ഈ മോഡലായിരിക്കും. ആൻഡ് എസ്പെഷ്യലി കൺസിഡറിംഗ് ഒരേ പ്രൈസ് ആണ്, 10,000-20,000 രൂപയുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടേ ഉള്ളൂ. സോ ഇറ്റ് ഡസന്റ് മേക്ക് മച്ച് ഓഫ് എ ഡിഫറൻസ്. പിന്നെ വേറൊരു കാര്യമുള്ളത് റിഫൈൻമെന്റ് ആണ്. ഡീസലിന് റിഫൈൻമെന്റും ഉണ്ട്. കുഴപ്പമില്ല. അതെ, സോ ദീസ് എഞ്ചിൻസ് ഹാവ് കം എ ലോങ് വേ. പണ്ട് നമ്മൾ ഡീസൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡിയലൊക്കെ നിൽക്കുമ്പോൾ അറിയായിരിക്കും ഇത് പെഡലിൽ വൈബ്രേഷൻ ഇല്ല, സ്റ്റിയറിംഗിൽ അങ്ങനെ വൈബ്രേഷൻ ഇല്ല. ആക്ച്വലി നമുക്ക് ഇവിടെ ഉള്ള വൈബ്രേഷൻ ഫ്രണ്ടിൽ തന്നെ ഓറിയുടെയാണ്. അതെ, സോ ദിസ് ഈസ് ഗുഡ് ഇൻ എ വേ. അങ്ങനത്തെ കാര്യത്തിന് ഇപ്പോൾ ഒരു ടൂറിംഗ് ഒക്കെയാണ് ആവശ്യമുള്ളത്. നമുക്കിപ്പോൾ ഒരു സിംഗിൾ ടാങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടണം, അങ്ങനത്തെ ഒരു ആവശ്യത്തിന്, അല്ലെങ്കിൽ 6 പേരെയും വെച്ചുകൊണ്ട് പോകുമ്പോൾ ഡീസൽ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് തീരൂല. അത്ര അധികം എക്വിപ്മെന്റ് ഉണ്ട് ഇതിന്റെ അകത്ത്. നമുക്ക് ബേസിക് കാര്യങ്ങൾ പറഞ്ഞേക്കാം. 6 എയർ ബാഗ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, എല്ലാം വെന്റിലേറ്റഡ് സീറ്റ്സ്, ഒരു ഫുള്ളി ലോഡഡ് ഓഡിയോ സിസ്റ്റം, വയർലെസ് ചാർജർ, പിന്നെ കുറെ ചാർജേഴ്സ് ഉണ്ട്. ബാക്കിലും ചാർജർ പോർട്സ് കുറെ ഉണ്ട്. ബാക്കിലല്ല USB-C ആണ് വരുന്നത്. ഇവിടെ ഫ്രണ്ടിൽ USB-Cയും USB-Aയും കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടും ഉണ്ട്. അതെ, അതിന്റെ അടി വയർലെസ് ചാർജറും ഉണ്ട്. സോ യു ഹാവ് കവേർഡ് ഇൻ എവറി വേ. ടെക് ലോഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ടിവിറ്റി സൈഡ് കൊള്ളാം. LED ലൈറ്റ്സ് ആണ് ഫ്രണ്ടില്, LED ഫോഗ് ലൈംസും വരുന്നുണ്ട്. അത് ആക്ച്വലി അതിന് XL6നും LED ലൈറ്റ്സ് ആണ് വരുന്നത്. ബട്ട് അതർവൈസ് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ കിട്ടും? 2024 അതെ, കാര്യം ഇത്രയും കാലം നമ്മൾ വാൻ എന്ന് അല്ലെങ്കിൽ ഒരു MPV എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ലുക്ക് ഡൗൺ അപ്പോൺ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിവൃത്തിയോടുകൊണ്ട് മാത്രം മേടിച്ചിരുന്നു. എനിക്ക് വീട്ടിൽ ഇത്ര പേരെ കൊണ്ടുപോകണം, അതുകൊണ്ട് മാത്രം മേടിച്ചിരുന്ന വണ്ടികളാണിത്. SUV-ലോട്ട് വീട്ടുകാർക്ക് കയറാൻ പറ്റണില്ല, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ. അല്ലെങ്കിൽ SUV-കൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആണെന്നുള്ളതൊക്കെ വെച്ചിട്ടാണ്. അല്ലെ പിന്നെ MPV-ക്ക് സ്വാഗ് പോരാ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതെ, ഇതൊക്കെ ആരെങ്കിലും ഓടിച്ചിടക്കോ എന്നൊക്കെ ആയിരുന്നു കുറച്ചു കൊല്ലം മുമ്പ് വരെ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഈ 2 വണ്ടികളും ആക്ച്വലി ഇത് ഡിസൈറബിൾ ആക്കി. കുറച്ചും കൂടി നമുക്ക് കൊള്ളാം, ഓടിച്ചിരുന്നാലും കുഴപ്പമില്ല, ഡെയിലി ഓടിക്കാവുന്ന. ഇപ്പോൾ 1 കാറായിട്ട് മേടിക്കാനാണെങ്കിലും ദീസ് ആർ ഫൈൻ. കാര്യം ഇപ്പൊ നമ്മൾ ഇതിനേക്കാളും വലിയ ഒരു MPV എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്നോവയാണ് വരുന്നത്. ഇന്നോവ വൈൽ ഇറ്റ്സ് എ സുപ്രീംലി കേപ്പബിൾ കാർ, ഒരു ഡെയിലി ഒരാൾക്ക് സിറ്റിക്കകത്ത് ഉരുട്ടിക്കൊണ്ട് നടക്കാനാണെങ്കിൽ ഇറ്റ്സ് ഫാർ ടു മച്ച്. യു ആർ ടേക്കിംഗ് ടു മച്ച് സ്പേസ് ഓൺ ദി റോഡ്. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മൈലേജ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു മിക്സ് ഓഫ് സിറ്റി urban ആൻഡ് ഹൈവേ റൺ കൂടുതലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടിയാണെങ്കിൽ അല്ലേ. 60% കോസ്റ്റ് മറ്റേ അല്ലേ, ഇപ്പൊ എല്ലാം വില ഇത്രയായതുകൊണ്ട്. എന്നിട്ടും അത് വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതേപോലെ നമുക്കൊരു സിറ്റി ഫ്യൂവൽ എഫിഷ്യൻസി, ഇതൊക്കെ ഒരു 2.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ പോലെ അല്ല. ഇതിപ്പോൾ 1.5 ലിറ്റർ ഹൈലി എഫിഷ്യൻറ്റ് ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. XL6-ലാണെങ്കിലും ഒരു വെരി എഫിഷ്യൻറ്റ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സോ യു ആർ കവേർഡ് ദെയർ. ഇക്കണോമിക്കൽ ടു റൺ, ഇക്കണോമിക്കൽ ടു ഡ്രൈവ്. ഇൻഷുറൻസ് പ്രീമിയംസ് മറ്റേ വണ്ടികളുടെ അത്ര ഇല്ല. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു സെഗ്മെന്റ് ഇപ്പോൾ വളരെ ഡിസൈറബിൾ ആയി.
So 115 bhp അത്യാവശ്യം ഓടിക്കുമ്പോൾ നല്ല രസമില്ലേ? വലിയ കുഴപ്പമില്ല, adequate ആണ്. അങ്ങനെ ഭയങ്കര എക്സ്പ്ലോസീവ് പവർ ഡെലിവറി ഒന്നും അല്ല. ഇറ്റ്സ് adequate all the time. ആൻഡ് ഇത് ടോർക്ക് കൺവേർട്ടറിൽ കുഴപ്പമില്ല. ഈ എഞ്ചിൻ മാനുവൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ കയറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ടർബോ ലാഗ് കുറച്ച് ഫീൽ ചെയ്യുമായിരിക്കും. ടോർക്ക് കൺവേർട്ടർ ഉള്ള വേരിയന്റിൽ എനിവേ വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. സോ ഇതിൽ ആക്ച്വലി നമുക്ക് ഇപ്പൊ അറ്റ്ലീസ്റ്റ് രണ്ടുപേരെ വെച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എഞ്ചിൻ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയുന്നില്ല. ടാക്കോമീറ്റർ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വായിക്കുന്നുമില്ല. ബട്ട് അതർവൈസ് ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, സാധാരണ വണ്ടികളിൽ സ്പോട്ട് ഇടുമ്പോഴേ നമുക്ക് സിറ്റിക്കകത്ത് അത് ഓടിക്കാൻ ഒരു തീരെ സുഖമില്ലാത്ത പോലെയാവും. ഭയങ്കര ഒരു ജമ്പി ഒരു ബിഹേവിയർ ആവും. ഇത് കുഴപ്പമില്ല. അതെനിക്ക് തോന്നുന്നു KM കുറച്ച് പ്രോഗ്രാമിംഗ് അങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് റിയൽ ഭയങ്കര സ്പോട്ട് വേണ്ട, കാര്യങ്ങൾ സാധിച്ചു പോകാനായിട്ടുള്ള നല്ലൊരു മോഡാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് ഗിയർ ബോക്സിന്റെ ഷിഫ്റ്റ് പോയിന്റ്സ് എല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളാണ്. സോ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ടുണ്ട്. എല്ലായിടത്തും മെറ്റീരിയൽസ് ഫീൽ ഗുഡ് അല്ലേ? ഫീൽ ആൻഡ് ലുക്ക് ഗുഡ്. ഇപ്പൊ ഡാഷിന് മുകളിലുള്ള ഒരു ഫേക്ക് സ്റ്റിച്ചിങ് ആണ്, പക്ഷെ എങ്കിലും അത് കുറച്ച് കൺവിൻസിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട പോലെ ഉണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് നമുക്കത് മനസ്സിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ലൈക്ക് യു ആർ പേയിങ് എക്സ്ട്രാ ഓവർ ദാറ്റ് കാർ ആൻഡ് ഇറ്റ് ഷോസ്. അതെ. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മൊബീലിയോ വന്നപ്പോ ഒരു ഹാച്ച് ബാക്കിൽ നിന്ന് എടുത്തുണ്ടാക്കിയ ഒരു MPV ആണത്. പക്ഷെ അവർ ആ ഹാച്ച് ബാക്കിന്റെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ വെച്ചു. അതിന്റെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ എവിടെയത് വാനാണോ MPV ആണോ ഹാച്ച് ആണോ എന്താന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. വേറെ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഓൾവേസ് ഫീൽസ് ഗുഡ്. സോ അപ്പൊ ഈ സെഗ്മെന്റ് നമുക്ക് ഒരുപാട് വണ്ടികൾ വന്നു പോയൊരു സെഗ്മെന്റ് ആണ്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ നമ്മുടെ MPV എപ്പിസോഡ് ചെയ്തപ്പോഴേ കുറെ പേര് പറഞ്ഞു നമ്മള് ഷെവർലെ എൻജോയിനെ പറ്റി പറഞ്ഞില്ല എന്നുള്ളത്. മറന്നേ പോയി. അതാരും എൻജോയ് ചെയ്തില്ല അധികം, അതുകൊണ്ടാണ് നമ്മളത് പറയാഞ്ഞത്. സോ ജിനോ അത് അങ്ങനെ ഒരു സാധനം സ്കിപ്പായി പോയി നമ്മുടെ മൈൻഡിൽ. ഇതേ സ്ഥലത്ത് വെച്ചാണ് നമ്മളത് മറന്നുപോയി. അതെ. നമ്മൾ എല്ലാ എപ്പിസോഡിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലൊക്കെ കാണാറുള്ളതാണ്. ബട്ട് ഈ ഒരു സെഗ്മെന്റിൽ നമ്മളത് മിസ്സായി പോയി. ബട്ട് അതല്ലാണ്ട് ബാക്കി എല്ലാ വണ്ടികളും മോസ്റ്റ് ഓഫ് ദി വെഹിക്കിൾസ് വളരെ ലിമിറ്റഡ് സക്സസ് മാത്രം കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സെഗ്മെന്റിൽ. എന്തെങ്കിലും ഒരു രീതിയിൽ അവർ എന്തെങ്കിലും ഒരു സാധനം മിസ് ചെയ്യും, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മിസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല, അശോകന ക്ഷീണം ആവാം എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ് പല മാനുഫാക്ചറേഴ്സും കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ രണ്ട് വണ്ടികളാണെങ്കിലും ഈ രണ്ട് റെസ്പെക്റ്റീവ് മാനുഫാക്ചറേഴ്സും അവർക്ക് പറ്റാവുന്ന എല്ലാ സാധനവും അത് കിട്ടിയിട്ടുണ്ട്. ഒരു കോംപ്രമൈസ്ഡ് ഫീലിംഗ് എവിടെയും കൊടുക്കാറുണ്ട്. അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അറിയാം, അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് അവർ ഉണ്ടാക്കിയത്. രണ്ടുപേരും യെസ്. ആൻഡ് കിയ കുറച്ചുകൂടെ ഒരു യൂത്ത്ഫുൾ ബ്രാൻഡ്, കുറച്ചുകൂടെ ബ്ലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, ലേറ്റർ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. വേറെ മാരുതി കുറച്ചും കൂടെ ഒരു ഓൾഡ് സ്കൂൾ ബ്രാൻഡാണ്. ലൈക്ക് അവരുടെ ഒരു ഫണ്ടമെന്റൽ കുറെ പില്ലേഴ്സ് ഓഫ് ഹൗ മാരുതി ഈസ് ബിൽറ്റ് ഉണ്ട്. ആൻഡ് ദേ ആർ സ്റ്റേയിങ് ട്രൂ ടു ദാറ്റ്. നമുക്കിപ്പോ ഈ രണ്ട് വണ്ടികളല്ലാണ്ട് വാട്ട് എൽസ് വുഡ് യു ബൈ ഇൻ ദിസ് സെഗ്മെന്റ്? ഇപ്പൊ നമുക്ക് 6 പേരെ കൊണ്ടുപോകണം, വേറെ എന്താ നമുക്ക് മേടിക്കാൻ പറ്റിയതുള്ളത്? സോ ദർ ഈസ് അൽക്കസാർ. അതും കൂടി ഇവിടെ പറയേണ്ടതാണ്. കാരണം അതൊരു എൻറ്റയർലി ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് അവിടെയും. എക്സ്ട്രാ 2 പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രെറ്റയുടെ മുകളിൽ ഒരു വണ്ടി എന്നുള്ള രീതിയിലാണ് അവർ ആലോചിച്ചത്. പക്ഷെ അവർ SUV റൂട്ട് എടുത്തത് കൊണ്ട് അതിന് സ്റ്റൈലിംഗിന് കുറെ കൂടി ഫോക്കസ് കൊടുത്തു. സോ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറയുന്നുണ്ട്, ബിഗർ വീൽസും ഇതൊക്കെ വന്നതോടുകൂടി ഉള്ളിൽ വീൽ ആർച്ചൊക്കെ വലുതായി. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സ്പേസ് കുറച്ചും കൂടി ചെറുതാണ്. ആൻഡ് നടുക്ക് ഒരു കൺസോൾ അവർ കൊടുത്തു. അവര് കുറച്ചും കൂടി മിഡിൽ റോവിനെ ഒരു എന്താ പറയാ ഒരു പാലിസൈഡ് ആക്കാൻ ശ്രമിച്ചതിന്റെയാണെന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീൽ ആയി അത്. പക്ഷെ ലാസ്റ്റ് റോ പോയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ യൂട്ടിലിറ്റി ഫാക്ടറിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. വേറെ കിയ റൂഫ് അത്യാവശ്യം റേസ് ചെയ്തു, ഉള്ളിലുള്ള സ്പേസ് ക്യാബിൻ നന്നാക്കണം എന്നുള്ളത് വിചാരിച്ചു. ആൻഡ് ആൾക്കാർ, അതായത് എല്ലാവർക്കും എൻജോയ് ആവുന്ന ഫീച്ചേഴ്സ് എല്ലാം എല്ലായിടത്തുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് വലിയ കാര്യം. ഇപ്പൊ മറ്റേ ഡിജിറ്റൽ ഗേജും ബാക്കി നല്ല സാധനങ്ങളും മറ്റേ പവർ സീറ്റും ഒന്നും ഇല്ല ഇതിന്. പക്ഷെ ഒരു ഓൺ എ ഹോൾ ഇപ്പൊ ഒരു 7 പേരുണ്ടെങ്കിൽ ആ 7 പേരും ഹാപ്പി ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം എല്ലാവർക്കും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കോമ്പിനേഷൻ ആണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് വേണ്ടത്. 100% ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ 100% കാര്യം. അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോഴേ അവസാനം ഇടിയാവും. ഈ ലാസ്റ്റ് ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല. പിന്നെ ദേൽ ബി പിസ്റ്റ് ഓഫ്. പിന്നെ നമ്മള് ഡിജിറ്റൽ ഗേജ് ഒക്കെ നോക്കിയിരിക്കേണ്ടി വരും, അവിടെ ഇരുന്ന് നോക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് വണ്ടികൾ ആക്ച്വലി ആ ഒരു സെഗ്മെന്റില് എവറിബഡി ഹാപ്പി. ഈ 6 സീറ്റിലിരിക്കുന്ന ആൾക്കാർക്കും കംപ്ലൈൻസ് ഉണ്ടാവില്ല. അത്യാവശ്യം ലോങ് പോയാലും ഡ്രൈവറിനും വലിയ വാളറ്റിൽ പിഞ്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, ഓടിക്കാനും ഡീസന്റ് ആണ് രണ്ട് വണ്ടി. പക്ഷേ ഡ്രോബാക്ക് ഉണ്ട്. 6 പേരും അവർക്ക് ടൂർ പോകാനുള്ള ബാഗും വെക്കാനുള്ള സ്ഥലമില്ലേ, അതിന് റൂഫ് റൈൽ വെക്കേണ്ടി വരും. റൂഫ് റാക്ക് എന്തെങ്കിലും സാധനം വെക്കേണ്ടി വരും. അതെ.
പക്ഷെ then again ഈ ഒരു സൈസിൽ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഓവറോൾ സൈസും കൂടെ വെക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇഫ് യു ആസ്ക് മീ, നമ്മള് നമ്മുടെ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ഒക്ടാവിയ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ തീരെ സ്ഥലം ഉള്ളിലുണ്ടായിരുന്നില്ല, റിയർ സീറ്റ് തീരെ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ ആ ഒരു കോംപ്രമൈസിനെക്കാളും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സാധനമാണ്, വേർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്ഥലം കൊടുക്കാം. ആൻഡ് അത്യാവശ്യത്തിന് വേണമെങ്കിൽ അതെ അവിടെ പോയിട്ട് മേടിച്ചോ, അല്ലെ പെട്ടി മുകളിൽ വെച്ചാൽ പോരെ, ആളെ മുകളിൽ എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയർ കോംപ്രമൈസ്. രണ്ട് വണ്ടികളും അത്യാവശ്യം യുനോ മാർക്കറ്റിൽ ഇപ്പോൾ കുറച്ച് നാളായി ഇറങ്ങിയിട്ട് രണ്ട് വണ്ടിക്കും നല്ല ഡിമാൻഡ് ഉണ്ട്, കോൺസ്റ്റന്റ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ റീസെയിൽ ആണെങ്കിലും ഇപ്പോൾ കാരൻസ് ഇസ് റിയലി ടു ന്യൂ ഫോർ റീസെയിൽ. എർട്ടിഗ XL6 ഇത്രയും കാലത്തിൽ ഒരു സ്ട്രോങ് റീസെയിൽ ഉള്ള അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇതിനും ഉണ്ടാവും അതുപോലെ ഒരു ഡിമാൻഡ്. ഉണ്ടാവും, രണ്ടും സർവീസ് നല്ലതാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, തമ്മിൽ പിക്കാനൊന്നുമില്ല. അതെ, ആൻഡ് ഐ തിങ്ക് ഇതും കുഴപ്പമുണ്ടാവില്ല ഗോയിങ് ഫോർവേഡ്. ഇതിനും അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടി ആയതുകൊണ്ട് എന്തായാലും റീസെയിൽ വാല്യൂ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. യെസ്, ആൻഡ് ഒരു രണ്ടും ഇത്തിരി ഓണായിട്ട് നിൽക്കുന്ന ബ്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെ യുനോ യുവർ ഓക്കെ, യുവർ മോർ ഓർ ലെസ് കവേർഡ് ദേർ. സേഫ്റ്റി അപ്പോൾ നമ്മൾ സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ, സേഫ്റ്റിയാണ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ഹോട്ട്ലി ഡിസ്കസ് ടോപ്പിക് ഈ കാലത്ത്, അല്ലേ? ഡിസ്കസ് ചെയ്യണ്ട അല്ല, ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാത്തിന്റെ രണ്ട് വണ്ടിയുടെ റേറ്റിംഗ്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ബട്ട് അത് ഈക്വൽ റേറ്റിംഗ്സ് അല്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും അതും ടെസ്റ്റ് ചെയ്ത ഇയർ വ്യത്യാസമുണ്ട്. അതിനിടയ്ക്ക് അവർ കുറെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്, ടെസ്റ്റ് പ്രോട്ടോകോൾ മാറിയതിന്റെ പേരിൽ ചിലപ്പോൾ. അതെ, സോ ഈ വണ്ടിക്ക് കമ്പയറബിൾ അല്ല. അതെ, ഈ വണ്ടിക്ക് 3 സ്റ്റാറും ആ വണ്ടിക്ക് 4 സ്റ്റാറും ആണ് കിട്ടിയത്. ബട്ട് ദാറ്റ്സ് ഓൺ ആൻ ഓൾഡർ ടെസ്റ്റ് 4 സ്റ്റാർ. അപ്പൊ അതുകൊണ്ട് പുതിയ ടെസ്റ്റിൽ ഈ ഇതിന്റെ കൂട്ടത്തിൽ കമ്പയർ ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ബോത്ത് ദ കാർസ്. അത്ര ക്വിക്ക് അല്ല, ബട്ട് സ്റ്റിൽ XL6ഉം കാരൻസും നമ്മൾ രണ്ടും സെപ്പറേറ്റ് റിവ്യൂസ് ചെയ്ത് പിന്നെ പലവരും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ ടികയുടെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് ഒരു വണ്ടി കമ്പാരിസൺ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതൊരു വൈൽ രണ്ടും സെയിം സെഗ്മെന്റ് ആണെങ്കിലും ഒരു ആപ്പിൾസ് ടു ആപ്പിൾസ് കമ്പാരിസൺ അല്ല. കാര്യം പ്രൈസ് ഇൻക്ലൂഡിങ് കുറെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. 20-25% ചീപ്പറാണ് മറ്റേത്. അപ്പോൾ അതുകൊണ്ട് അതെ, അതും കൺസിഡർ ചെയ്യുമ്പോൾ അതെ, യു ഹാവ് ടു ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മൾ ആ വണ്ടീനെ അളക്കുമ്പോഴും നമ്മൾ അതും കൂടെ മനസ്സിൽ വെക്കണം. ആൻഡ് അതും ഒരു ടോട്ടലി ഡിഫറെന്റ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു നമുക്ക് എന്താണ് പ്രിഫറൻസ്, മേടിക്കുന്ന ആളുടെ ഒരു ഫൈനൽ പ്രിഫറൻസ് നോക്കിയിട്ട് ഈ രണ്ട് വണ്ടികളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കാം, അല്ലേ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ല മഴ വരുന്നുണ്ട്. സോ ലെറ്റ് us call it a day. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലെറ്റ് us know in the comment section ഈ വീഡിയോ പറ്റിയും അതേപോലെ ഈ രണ്ട് വണ്ടികളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അതേപോലെ കമ്പാരിസൺസ് ഇനിയും ചെയ്യണോ, വാട്ട് ആർ ദ ടു കാർസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു സീ കമ്പയർഡ് എന്നുള്ളതും കൂടെ ഡു ലെറ്റ് us know in the comment section. Thank you so much for watching guys and have a great day. Bye bye.